ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ കാലാവസ്ഥയൊക്കെ ഉണ്ടല്ലോ, നല്ല തെളിച്ചമുണ്ട് രാവിലെ തന്നെ. അപ്പം മഴയുടെ ആ ഒരു മന്ദാരം ഒന്നും ഇന്ന് കാണുന്നില്ല എഴുന്നേറ്റപ്പം. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകാവേ. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ സിങ്കിനകത്തുണ്ടായിരുന്നേ. കാരണം കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് ലേറ്റായിട്ട് കിടന്നുകൊണ്ട് തന്നെ ഞാനത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനതെല്ലാം കൂടി എടുത്ത് സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതെല്ലാം നമുക്കൊന്ന് കഴുകി വെക്കണമേ. പിന്നെ ഇതാ രാവിലെ തന്നെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വാപ്പായും മോനും കൂടെ അവിടെ നിന്ന് ബുള്ളറ്റ് കഴുകുമായിരുന്നേ. പിന്നെ ഇതാ ഈ കാലാവസ്ഥ കണ്ടതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാനിവിടെ കൂട്ടി വെച്ചിരുന്ന ആ ഒരു വേസ്റ്റ് തുണിയെല്ലാം കൂടി ഒന്ന് കത്തിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതെല്ലാം അവിടെ നന്നായിട്ട് കത്തി മാറുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ കയറിയത് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനായിരുന്നേ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഉച്ചയ്ക്കത്തെ ലഞ്ച് നമ്മുടെ ഇവിടെ നിന്നല്ല, വീട്ടിൽ നിന്നല്ല, പുറത്ത് നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അതാ എൻ്റെ ഈ ഒരു പാത്രം നമ്മൾ കഴുകി കഴിഞ്ഞിട്ട് പ്ലേറ്റുകളും അതുപോലെ സ്പൂണും ഒക്കെ കമത്തുന്നത് ഇതുപോലെ ആ ഒരു കബോർഡിനകത്ത് സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ്. അതാകുമ്പോൾ നമുക്ക് പുറത്ത് ഈ പാത്രങ്ങളൊന്നും നിരന്നിരിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ താഴെയായിട്ട് കബോർഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി ആ വെള്ളമെല്ലാം താഴേക്ക് ഊർന്ന് വീണോളുവേ. പിന്നെ അതിനിടയ്ക്ക് മോൻ കയറി വന്നിട്ടുണ്ടായിരുന്നേ. അവന് ഒരു കുപ്പി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞാണ് കയറി വന്നത്. അപ്പം ഞാൻ ഈ കബോർഡിനകത്തിരുന്ന ഒരു പഴയൊരു കുപ്പി ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അതിന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, അതിനകത്തൊരു തുണിയും കൂടി ചുറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ തുണി ആൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കുത്തി കൊടുത്തു. അപ്പം അന്നേരം അതെങ്ങനെയാണ് എന്താ ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ ആൾ കാണിച്ചു തന്നതാണേ. അത് എന്തോ നമ്മളില്ല ബബിള് ഊതത്തില്ല, ആ സംഭവത്തിനാണെന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് അതും കൊണ്ട് പുറത്തേക്ക് പോയി. എന്നിട്ട് ആ ബൈക്ക് കഴുകുന്ന ഷാമ്പുവായിട്ട് കയറി വന്നതാണ്. പിന്നെ അതിൻ്റെ ആ വായ്ഭാഗമൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിതാ ആ തുണിയിൽ അത് മുക്കിയിട്ട് ഇതാ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വിടുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കാണിച്ചതാണേ. പിന്നെ കുറച്ച് പാത്രങ്ങളൂടി അവിടെ ഉണ്ടായിരുന്നേ. അതെല്ലാം നമ്മളൊന്ന് കഴുകി അത് ഇരിക്കേണ്ട സ്ഥാനത്തെല്ലാം ഒന്ന് പറക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ ഈ വലിയ കലവും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ചട്ടിയൊക്കെ നമ്മൾ പുറത്താണ് വെക്കുന്നത്. പിന്നെ താഴെ ഒരു ഡ്രോയർ പോലത്തെ സംഭവമുണ്ട്. അതിനകത്തും നമ്മൾ ചെറിയ ചെറിയ ചരുവങ്ങളൊക്കെ വയ്ക്കുവേ. അത്രയേ ഉള്ളൂ. പിന്നെ ദാ രാവിലെ തന്നെ വലിയ പണിയായിരുന്നു. നമ്മുടെ സിറ്റ് ഔട്ടിൽ പട്ടി കയറിയിട്ടുണ്ടായിരുന്നു. 4-5 പട്ടി ഒന്നിച്ച് കയറി. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് കഴുകി വിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയായിരുന്നേ. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഇക്കായ്ക്ക് രാവിലെ മുട്ട പൊരിച്ച് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 മുട്ട എടുത്തിട്ട് അതൊന്ന് ഓംലെറ്റ് പോലെ ഒന്ന് പൊരിച്ചെടുക്കുവാണേ. കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പഴുത്ത മാങ്ങായും അതേപോലെ തന്നെ ഒരു ആപ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ഓടാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഇന്ന് അപ്പുറത്ത് നമ്മുടെ കുടുംബത്തിൽ കഞ്ഞിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അപ്പം നമുക്ക് അതും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി ആകുമ്പം എല്ലാം കൂടെ വരുമ്പോൾ ഒന്ന് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് നാത്തൂൻ്റെ വീട്ടിലാണല്ലോ ഫുഡ് നമുക്ക്. ഇന്ന് അവിടെ അളിയൻ ഗൾഫിൽ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ദാ മാങ്ങ ആണ് ഞാൻ അരിഞ്ഞ് വെക്കാൻ വേണ്ടി എടുക്കുന്നത്. മാങ്ങ അരിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആ ഒരു ആപ്പിളും കൂടെ കട്ട് ചെയ്ത് വെക്കാൻ പോണത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു വലിയ ഫ്രൈ പാൻ കൊണ്ടുവച്ചെന്ന് അവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോയിൽ വോയിസിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുക്കുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഒന്നും പ്രശ്നമില്ലാതെ അത് റെക്കോർഡായതായിരുന്നേ. പിന്നീട് അത് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുന്നത്. അപ്പോഴാണത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് ഭാഗത്തുകളൊക്കെ നിങ്ങളങ്ങ് വിട്ടേക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ എന്തോ പ്രശ്നമൊക്കെയാണ്, അത് ഹാങ് ആയിട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ഒന്ന് കേൾക്കാതെയൊക്കെ ഇരിക്കുന്നത് കുറേ സമയം. നമ്മൾ ഒരുപാട് സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്കാണ് ഈ സമയം ഒപ്പിച്ച് ഓരോ കാര്യങ്ങൾ ഇതെല്ലാം എടുത്തെടുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ ഒന്നിച്ച് വെച്ചിട്ട് ഇത് ഒന്നിച്ച് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ ചെയ്യുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, കുറേ വോയിസൊക്കെ കിട്ടാതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് പിന്നീട് ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് കേട്ടപ്പോഴാണ് അതിനകത്ത് അങ്ങനെയൊക്കെ മിസ്റ്റേക്കൊക്കെ വന്നെന്നുള്ളത് മനസ്സിലായത്. പിന്നെ അതാ നമ്മുടെ ആ ഒരു മുട്ട നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്ക് പീസൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എടുത്തിടുന്നുണ്ട്. പിന്നെ ദാ ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ആ ഒരു ഷേപ്പൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് റൗണ്ടിലാക്കി വെക്കുന്നുണ്ട്. നമ്മൾ പസിലൊക്കെ കറക്റ്റ് ആക്കുന്നത് പോലെ അതിൻ്റെ ഓരോ പോർഷനും റൗണ്ട് വരേണ്ട എവിടെയൊക്കെയാണെന്നൊക്കെ നോക്കിയിട്ട് ആ തവി വെച്ചൊന്ന് ഒന്ന് അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്ക് ഈ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് ഈ മാങ്ങയുടെ സൈഡിലോട്ട് വയ്ക്കാം.
അപ്പം പുള്ളിക്കാരനുള്ള ഇക്കായ്ക്കുള്ള ഫുഡാവും. അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്നാണല്ലോ. അപ്പോൾ പിന്നെ ഇന്നത്തെ അടുക്കളയിലെ പരിപാടികൾ കഴിയുവേ. ഇനി നമുക്ക് ആ കഞ്ഞിയും കൂടെ പോയിട്ടൊന്ന് എടുത്തുകൊണ്ട് വരണം. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മൾ ചെയ്തു വെച്ച സംഭവങ്ങളെല്ലാം കൂടി മാങ്ങ കട്ട് ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ആ ഒരു മുട്ട പൊരിച്ചതും എല്ലാം കൂടി ഞാനൊന്ന് ഡെസ്കിൻ്റെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആൾ കുളിച്ചിട്ടിറങ്ങുമ്പോഴത്തേക്ക് കഴിക്കാൻ വേണ്ടി അവിടെ ഞാൻ നേരത്തെ കൊണ്ട് വെക്കുവാണ്. ഇനി അപ്പുറത്ത് പോയിട്ട് നമുക്ക് ആ ഒരു കുക്കറൊക്കെ എടുത്തുകൊണ്ട് വരണം. കുക്കറിലാണ് കഞ്ഞി വെക്കുന്നത്. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരണം. അതിനാണ് ഞാനീ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഫാസ്റ്റായിട്ട് തന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ കുക്കറിലാണ് കഞ്ഞിയുള്ളത്. ഇനി അതൊക്കെ അവിടെ ഇരുത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഞാൻ നേരെ പോയത് നമ്മുടെ ബെഡ്റൂമിനകത്ത് ഷീറ്റും ആ ഒരു ബ്ലാങ്കറ്റും ഒക്കെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ എല്ലാം ഇരിക്കേണ്ട സ്ഥാനത്തൊക്കെ എടുത്ത് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അപ്പം മെത്തയൊക്കെ നമ്മൾ സൈഡിലോട്ടൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാവേ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ഇക്കായ്ക്കുള്ള കഞ്ഞിയൊന്ന് ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ എനിക്കും കൂടി കുറച്ച് കഞ്ഞി അതിൽ നിന്ന് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ മോനും പ്രത്യേകിച്ച് പലഹാരമൊന്നും വേണമെന്നില്ല. അവനും ഈ കഞ്ഞി കൊടുത്താൽ ഇതാണ് ഇഷ്ടം. ഇതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്ന കഞ്ഞിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാനും പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് അവിടെ പോയി നാത്തൂൻ്റെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലത്തേക്കുള്ള ഫുഡ് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ പിന്നീട് ഇരുന്നത് സന്ധ്യയ്ക്കത്തെ ഒരു വീഡിയോ ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ 3 ചുരിദാർ നമുക്ക് ടോപ്പ് മാത്രമാണ് അതൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അളവുകൾ അവർ ആദ്യമായിട്ടാണ് തയ്പ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളൊക്കെ നമ്മളൊന്ന് ബുക്കിനകത്തേക്ക് അതിൻ്റെ അളവ് എഴുതുന്ന ബുക്കിലേക്കൊന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഞാൻ വെട്ടാനെടുത്തത് ഈ ഒരു ചുരിദാറാണ്. ഇനി ഇതേപോലെ തന്നെ 2 ചുരിദാറും കൂടിയുണ്ട് വെട്ടാനായിട്ട്. ടോപ്പ് മാത്രമേ ഉള്ളൂ, പാൻറ്റില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് 3/4 കൈയാണ് വരുന്നത്. പിന്നെ അത് കൂടാതെ ഇത് നമ്മുടെ ഈ 3 പാനൽ ചുരിദാറായിരുന്നേ. അപ്പോൾ ആ രീതിയിലാണ് 3 നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എനിക്കൊന്ന് ഏകദേശം ഒരു 3 മീറ്റർ മെറ്റീരിയലായിരുന്നു ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയലായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്, മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പം അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ 2 പീസാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത്. അപ്പോൾ ഒരു ബ്ലൂ കളറുള്ള മെറ്റീരിയലും അതേപോലെ ഈ വൈറ്റുമാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തത്. ഇതെല്ലാം കോട്ടൻ്റെ ഒരു ഇതിൽ വരുന്ന മെറ്റീരിയലാണ്. പിന്നെ ഒരെണ്ണം മാത്രമേ ഉള്ളൊരു സിൽക്ക് പോലത്തെ മെറ്റീരിയൽ. പിന്നെ പിറ്റേ ദിവസം നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ അനത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. മുട്ട റോസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉള്ളി ഇതിലിട്ടിട്ട് ഈ ചോപ്പറിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കുവാണ്. ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് ഭയങ്കര എളുപ്പമാണ് നമ്മുടെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതാ നന്നായിട്ട് നല്ല ചെറുതായിട്ട് ചോപ്പായിട്ട് വരുവേ. അപ്പോൾ അത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ രാവിലെ ചപ്പാത്തിയായിരുന്നു, അതുപോലെ തന്നെ മുട്ടയുമായിരുന്നു, മുട്ട റോസ്റ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ട് പോയി. ഇപ്പോൾ എൻ്റെതാണ് ഞാൻ കാണിച്ചത്. പിന്നെ അരി നമ്മൾ കലത്തിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് റൈസ് കുക്കറിനകത്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ മോനെ മദ്രസയിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോഴാണ് മഴ തുടങ്ങി. ഭയങ്കര മഴയായിരുന്നേ. ഇന്നലെ കണ്ട കാലാവസ്ഥയല്ല, ഇന്ന് ഭയങ്കരമായിട്ട് മഴയാണ്. രാവിലെ തുടങ്ങി മഴ. എനിക്ക് തോന്നുന്നു ഇന്ന് ഫുൾ ഡേ ഇത് മഴയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തുണിയൊക്കെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇന്ന് വിരിക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ചൂടയായിരുന്നു, ചൂടമീനായിരുന്നേ. അപ്പോൾ ചെറിയത്. അപ്പം പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ അങ്ങേ ദിവസം നമ്മൾ ഇട്ട വീഡിയോയിൽ കണ്ടല്ലോ, അന്നത്തെ ആ ഒരു അതേപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മെനു കേട്ടോ. അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ചൂട തോരനും വെച്ച് മുളക് കറിയും വെക്കണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി പൊരിക്കുകയും ചെയ്യണം ചൂടെ. പിന്നെ ഈ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് ഇന്നത്തെ നമ്മുടെ മെനുവിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രമൊക്കെ രാവിലെ അവിടെ സിങ്കിൽ കിടന്നതെല്ലാം ഒന്ന് കഴുകി ഒതുക്കി വയ്ക്കുന്നുണ്ട്. രാവിലെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെയാണ് രാവിലെ തന്നെ കഴുകി വയ്ക്കുന്നത്. പിന്നെ എന്തായാലും ഇത് കഴുകിയിട്ട് വേണം അടുത്ത മീൻ വെട്ടാനും അതുപോലെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് മെഴുക്ക് പുരട്ടാനും ഒക്കെ ആയിട്ടൊന്ന് നിൽക്കാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ തുണി അവിടെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇടുന്നുണ്ട്. അത് വെള്ളമൊക്കെ ഫില്ലാക്കി കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് അല്ല, അപ്പോൾ നമ്മൾ തന്നെ അതിനകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് കൂടെ നിൽക്കണമെങ്കിലല്ലേ നമുക്കത് കഴുകാൻ പറ്റത്തുള്ളൂ. പിന്നെ ആദ്യം തന്നെ ഞാൻ ആ വെണ്ടയ്ക്ക ഒന്ന് മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ടൊന്ന് അരിയാൻ പോവുകയാണേ. അതിൻ്റെ ഇടയ്ക്ക് അരി ഒരു തവണയൊന്ന് തിളച്ചത് നമ്മൾ എടുത്ത് വെച്ചത് ഒന്ന് സെറ്റായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് നമ്മളൊന്ന് തിളപ്പിച്ച് വയ്ക്കാൻ പോവുകയാണേ. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മണിക്കൂറൂടെ കഴിഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് വേവിലിരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ ഒന്ന് എടുത്ത് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫാസ്റ്റായിട്ട് ഇട്ടേക്കുകയാണ്. ഒരുപാട് എടുത്ത വീഡിയോ ഞാൻ കട്ട് ചെയ്ത് ഇത് ഫാസ്റ്റാക്കി കാണിക്കുവാണേ. അപ്പോൾ ഇത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല, ഭയങ്കര ഫാസ്റ്റാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നൊക്കെ നമുക്ക് പറയാം, അത്ര ഫാസ്റ്റിലാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ പണിയായിട്ട് ചെയ്യുകയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു നൈറ്റിയുടെ മുകളിലായിട്ട് ഞാൻ ചുരിദാർ ഇട്ടേക്കുവാണ്. നൈറ്റിക്ക് ഹാഫ് കൈ ആയതുകൊണ്ട് തന്നെ അതെനിക്കൊരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനത് മറയാൻ വേണ്ടി ഒരു പുറത്തേക്കൊരു ടോപ്പും കൂടി എടുത്തിട്ടേക്കുവാണേ. അപ്പോൾ അതാ വെണ്ടയ്ക്ക ഞാനിവിടെ മെഴുക്ക് വരട്ടാൻ വേണ്ടി അതിൻ്റെ എല്ലാ സവാളയും പച്ചമുളകും എല്ലാം ഞാനൊന്ന് അരിഞ്ഞ് പറക്കിയെടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങണം. ആ മീനും കൊണ്ട് പുറത്തിരുന്നാണ് മീൻ വെട്ടിയെടുക്കാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ തുണിയൊക്കെ കഴുകി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ട്രെയിനിനകത്ത് ഇട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇനി ആ തുണിയൊക്കെ എടുത്ത് നമ്മൾ ഉണക്കുന്ന ആ ഒരു പോർഷനിലേക്ക് ഇടണമേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് തുണിയൊക്കെ പിറക്കി അതിലേക്ക് ഇടുവാണേ. ഇനി ഇത് ഉണങ്ങി ഇവിടെ കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇതെടുത്ത് വിരിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നോക്കിയിട്ട് വേണം വിരിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകിലായിട്ട് ഒരു കാർ ഷെഡുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കിതും കൂടി ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മദ്രസയിൽ പോയ കുട്ടി വന്നിട്ടുണ്ട്, മോൻ വന്നിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് രണ്ട് കുട്ടികൾ നമ്മുടെ വീടിനടുത്തുള്ളതാണ്. അപ്പോൾ അവർ വന്നിട്ട് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരറിയാതെ ബാക്കിൽ നിന്നും എടുത്തതാണ് ആ ഒരു വീഡിയോ. പിന്നെ നമ്മൾ ആ ഒരു മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇന്ന് അവർക്ക് അവധി ആയതുകൊണ്ട് തന്നെ മോനും ഇതിനിടയ്ക്കൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ജോലിയൊക്കെ തീരട്ടെ, എന്നിട്ട് ഞാൻ നിനക്ക് ചെയ്തു തരാം ഓരോ കാര്യങ്ങളെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മദ്രസയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണേ. അങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ആൾ തിരിച്ചങ്ങ് ഹാളിലേക്ക് പോയി. പിന്നെ അവിടെ പോയി സോഫയിലിരുന്നോളുവേ. ഇനി ടി വി വെച്ച് കൊടുക്കണമെന്നുള്ള ആവശ്യമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റിമോട്ട് കംപ്ലൈൻറ്റ് ആയിപ്പോയേ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോണിനകത്ത് റിമോട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ അത് വെച്ചിട്ടാണ് അവന് ടി വി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കിപ്പം ചെല്ലാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അവന് മയത്തിലങ്ങ് പറഞ്ഞു വിട്ടേ. ഇനി നമുക്ക് എളുപ്പം കറികൾ ഓരോന്നായിട്ട് അടുപ്പത്ത് കയറ്റാവേ. അപ്പോൾ ആദ്യം തന്നെ ആ പീര വറ്റിക്കാനുള്ളത് ഞാൻ അങ്ങോട്ട് എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടാനും അതുപോലെ തന്നെ മീൻ കറി വെക്കാനും കൂടിയുള്ളതാണ് ചട്ടി അടുപ്പത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി എളുപ്പം ചെയ്യാം. അപ്പോൾ ആ താളിക്കാനുള്ള കൊച്ചുള്ളിയും അതേപോലെ കറിവേപ്പിലയും അതെല്ലാം ഞാൻ എടുത്ത് വെക്കുകയാണ് ഒന്നിച്ച്. ഇനി ചട്ടി ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി എല്ലാം ഒന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചൂടായി വരാൻ കുറച്ച് താമസിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ചട്ടിയിലോ പുക വരാൻ തുടങ്ങി. അത് ചൂടായി നല്ലതുപോലെ. അപ്പം ഞാൻ ഇനി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബ വീട്ടിലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ആ കുട്ടികൾ വന്നത് കേട്ടോ. അതിൻ്റെ വാതിക്കയിലും ഒക്കെ ഇരുന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് പിള്ളേർ വന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയേ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുന്നതിന് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ മീൻ കറിക്ക് വേണ്ടിയിട്ട് ഉലുവാണ് പൊട്ടിച്ചിരിക്കുന്നത്. അതെല്ലാം അതിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ആ പീര പറ്റിക്കാൻ വെച്ചിരുന്നത് തിളയ്ക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അതിന് കുറച്ച് നേരം എടുക്കുമെന്ന് റെഡിയായിട്ട് വരാൻ വേണ്ടി. ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കണം ഇനി അത്. അതേപോലെ തന്നെ ഈ വെണ്ടയ്ക്കയെല്ലാം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഇനി അതൊന്ന് ഉപ്പിടാതെ തന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി അതിനകത്തുനിന്ന് ആ ഒരു വെള്ളം പോലെ കിളുകിളാന്ന് വന്നിട്ടൊരുമാതിരി ആയിപ്പോകും. അതുകൊണ്ട് തന്നെ ആദ്യം ഉപ്പിട്ട് കൊടുക്കുന്നില്ല, ലാസ്റ്റ് മാത്രമാണ്. അത് വെന്തൊക്കെ വന്നു കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാനാണ്. പിന്നെ നമ്മുടെ ആ ഒരു മീൻ കറിയുടെ അതിലേക്ക് ഞാൻ ആ ഒരു കൊച്ചുള്ളിയും അതേപോലെ തക്കാളിയും അതുപോലെ തന്നെ കരിവേപ്പില എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയും മോൻ വരുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി നമ്മൾ ടിന്നിലിട്ട് വെച്ചിരുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി ഒന്ന് കുറച്ച് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനവിടെ പൊടി ഐറ്റംസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ പൊരിക്കാനുള്ള ചൂട കൂടി ഒന്ന് അരപ്പ് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതും അവിടെ ഉപ്പും അരപ്പുമൊക്കെ പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അതും കൂടി ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ അടുപ്പൊഴിയാത്തത് കൊണ്ട് അങ്ങോട്ട് നമ്മളൊന്ന് അരപ്പ് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് ബലൂണ് കെട്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ടേ. എന്നെക്കൊണ്ടാണ് കെട്ടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഇനി ഈ മൂത്ത് വന്ന ആ ഒരു താളിപ്പിനകത്തേക്ക് നമ്മുടെ ആ ഒരു പൊടികളൊക്കെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വെണ്ടയ്ക്കായും നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അടച്ചു വയ്ക്കുന്നുണ്ട്. അത്
ഇതാ നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി തിളയ്ക്കുമ്പോൾ കറി തിളയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ ഒരു മീൻ ചേർത്ത് കൊടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ തിളയ്ക്കുന്നതിന് മുമ്പേ ഇട്ടാൽ അങ്ങ് പൊടിഞ്ഞു പോകുമല്ലോ, ഇത് ചൂടായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ തിളച്ചിട്ടാണ് ഇടുന്നത്. ഇതിപ്പോൾ അടുപ്പിച്ച് കുറേ ദിവസം ആകുമ്പോൾ നമുക്ക് തന്നെ ഇത് വാവെറുക്കും. ഇങ്ങനെ ഈ മീൻ കറിയും മുളക് കറിയും എല്ലാ ദിവസവും ഈ പീര പറ്റിച്ചതും എല്ലാം ആകുമ്പം നമുക്ക് വാവെറുക്കും. പക്ഷേ ചൂടായതുകൊണ്ട് തന്നെ വേറെ ഒരു രീതിയിൽ ഇത് കറി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മെനുവിൽ തന്നെ വെക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ആ ഒരു അരപ്പൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പൊരിച്ച മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതും കൂടി പൊരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിയും. ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ 1 മണി ഏകദേശം ഇത് വെന്ത് വന്നപ്പോഴത്തേക്ക് 1:15 നമ്മൾ ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക്. അപ്പോൾ അതാ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ലേ. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുന്നതിനകത്ത് വെളിച്ചെണ്ണയിൽ മാത്രമാണ് അത് നമ്മളൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഈ വെള്ളം ചേർക്കാതെ ചെയ്യുമ്പോഴേ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മുടെ ആ പീര പറ്റിയതൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കി. ഇനി അത് കുറച്ചും കൂടി ഒന്ന് വെള്ളം പറ്റിക്കഴിയുമ്പോൾ നമുക്ക് എടുത്തങ്ങ് മാറ്റി വെച്ചേക്കാവേ. അപ്പോൾ അതിനിടയ്ക്ക് ഞാനവിടെ നിന്ന് മറ്റ് സംഭവങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ലാസ്റ്റ് നമ്മുടെ പൊരിച്ച മീനും കൂടി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുക്കള ഒതുക്കി ഇനി സിങ്കൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പം അത്ര